പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുനലൂർ നരിക്കൽ ഒരിപ്പുറത്തുമലയിൽ ഡെപ്യൂട്ടി സർവേ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. തിരുവനന്തപുരത്ത് നിന്നുള്ള സർവേ സംഘം വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് നരിക്കൽ ഒരിപ്പുറത്തുമലയിലെത്തിയത്. പാറഖനനത്തിനായി കോറിയുടമ അഞ്ചൽ ഏരൂർ ഭവാനി മന്ദിരത്തിൽ രാഹുലൻ പിള്ള സർക്കാരിന് നൽകിയ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയ സർവേ മാപ്പിൽ അപാകതകളുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. നരിക്കൽ പുനലൂർ പാതയിൽ നിന്നും കോറിയിലേക്കുള്ള റോഡിന് 7 മീറ്റർ വീതിയുള്ളതായി താലൂക്ക് സർവേയറും വില്ലേജ് ഓഫീസറും നൽകിയ രേഖകളിൽ പറയുന്നു. എന്നാൽ ഈ റോഡിന് 3 മുതൽ 4.5 മീറ്റർ വീതിയേ ഉള്ളൂവെന്ന് പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് പ്രദേശവാസിയായ മധുസൂദൻ പിള്ളയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സർവേ വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു. സർവേ മാപ്പിൽ ഉദ്യോഗസ്ഥർ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയതായും റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും വിജിലൻസ് നിർദ്ദേശം നൽകി. ഇതിനു പുറമെ കോറിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന രേഖകളിലെ സർവേ മാപ്പ് പിൻവലിക്കാനും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കോറിയുടമ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് സംഭവത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കാൻ സർവേ ഡയറക്ടറെ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥ സംഘം ഒരിപ്പുറത്തുമലയിലെത്തിയത്. ഫയർ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. ഞാൻ ഒരു ദിവസം എണ്ണത്തിന്റെ പൈസ സംപൂർണ്ണമായി തോറ്റി, ജീവിതത്തിൽ നിന്ന് തോറ്റുപോയെന്ന്. അവിടുന്ന് സ്റ്റേറ്റ് വരെ ഉള്ളൂ, അല്ലാതെ ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ എൻഡ് വരെയും ചെറിയാൻ തോമസിന്റെ ആണോ? അല്ല, പല പല വ്യക്തികളുടെ കയ്യിലാണ് ഇപ്പോൾ. തോമസിന്റെ ഇവിടെ 3-4 ഏക്കർ അത് വിറ്റതാ. എല്ലാവരും വിറ്റു. പല പല വ്യക്തികൾ ഈ വഴി ഉപയോഗിക്കുന്നത് ചെറിയാൻ തോമസിന്റെ കുറെ പേരുണ്ട്. അകത്ത് വേറെ ആൾക്കാരുടെ ഉപയോഗിക്കുന്നു. പക്ഷെ പ്രൈവറ്റ് ആകുന്നുള്ള വഴി മാത്രമേ ഉള്ളൂ. 10 പേരോളം കാണും. ചില്ലറായിട്ട് വാങ്ങിച്ച ആൾക്കാരാണ് മൊത്തം. അവർക്കെല്ലാം ഈ റോഡിന് അവകാശമുള്ളവർ. നിലവിൽ ഇപ്പോൾ നമ്മൾ അളന്നു വന്നതുപോലെ ഒരു ക്ലിപ്തമായ ഒരു ബൗണ്ടറി ഡിമാർക്കേഷനകത്ത് കാണുന്നില്ല. രണ്ട് വശവും അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെയാണ് അളന്നിട്ട് കൂടെ പബ്ലിക്
0 ചേഞ്ചേജ് മുതൽ 53.6 മീറ്റർ വരെയാണ് അത് ഓരോ ആദ്യത്തിൽ 5 മീറ്ററും പിന്നെ തീർച്ചയായിട്ടും 10 മീറ്റർ ഗ്യാപ്പിലാണ് ചന്തു തിരിച്ച് വിളിക്കാം ഒരു പരിപാടി. അപ്പോൾ അത് ഇതൊന്നും ഇട്ടിട്ട് തന്നെ ഒപ്പിട്ടാണ് പേര് ഒപ്പിട്ട് പേര് രാവിലെ എണ്ണ ഉപ്പ് നടക്കാൻ വരും അത് കുഴപ്പമില്ല. ഞാൻ അവിടെ വന്നിട്ട് ഇനി എനിക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. അല്ല അത് ഇവിടെ ഇത് പൂർണ്ണമായിട്ട് സ്വകാര്യ. ഇത് അവസാനിക്കുന്നത് ഈ എസ്റ്റേറ്റിൽ തന്നെയാണോ അതോ റോഡുമായിട്ട് കണക്ഷൻ? ഇല്ല പാൽപ്പുര വരെ അവിടുന്ന് ലെഫ്റ്റ് ഉണ്ട് ബോർഡ്, ഒരു മഞ്ഞ ബോർഡുണ്ട് സാറേ. ഇതിനകത്ത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് കാണിക്കുക. ഈ പില്ലറാണ്. ഓ അവിടെ വയ്ക്കുന്ന പില്ലർ. ഡെപ്യൂട്ടി സർവേ ഡയറക്ടർ മോഹൻ ദേവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാഴാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തിയത്. ഉരിപ്പുറത്തുമലയിലും അനുബന്ധമായുള്ള പാതയിലും സംഘം പരിശോധന നടത്തി. ജില്ലാ സർവേ ഓഫീസർ ഷൈൻ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്യോഗസ്ഥരായ രാംകുമാർ, ശശി, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സിൽബി, ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മി എന്നിവർ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. പ്രമാണത്തിൽ അളന്ന ചിലപ്പം പ്രമാണത്തിൽ അളന്ന് തന്നെ കാണണമെന്നില്ല. കാരണം ഭൂമിയിൽ അത്രയും വസ്തുവിൻ്റെ അളവിന് റവന്യൂ റെക്കോർഡിനനുസരിച്ച് കോടതിയിൽ നിന്ന് 2 പ്രാവശ്യം ജഡ്ജ്മെന്റ് അറിയാണ്ടില്ലേ? അത് കയ്യിലുണ്ട്. നമുക്ക് ഓൺലൈനിൽ കിട്ടുക അവരെല്ലാം സ്കാൻ ചെയ്യും. അതല്ലാതെ എല്ലാം ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവരെ അവര് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നമ്മൾ കൊടുത്ത കോപ്പിക്ക് അതെല്ലാം സെറ്റ് കിട്ടും. സെക്ഷനെ ഉണ്ട് സാർ. കോടതി ജഡ്ജ്മെന്റ് വലിയ സന്തോഷം. ഈ 10 മീറ്റർ ഇന്റർമീറ്ററിൻ്റെ ആയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.